പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 6th സെമസ്റ്റർ BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ ഇലക്റ്റീവ് പേപ്പർ ആയിട്ടുള്ള ബേസിക് എക്കണോമെട്രിക്സ് അതിന്റെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 5 എക്കണോമെട്രിക് പ്രോബ്ലംസ്. ഇവിടെ നമ്മൾ 3 പ്രോബ്ലംസ് ആണ് പഠിക്കുന്നത്: മൾട്ടിക്കോളാരിറ്റി, ഹെറ്ററോസ്കോഡാസിറ്റി, ഓട്ടോ കോറിലേഷൻ. നമ്മൾ ഒരു റിഗ്രഷന്റെ 10 അസംപ്ഷനിൽ നമ്മൾ പഠിച്ചത് ദർ ഈസ് നോ മൾട്ടിക്കോളാരിറ്റി ഉണ്ടാവാൻ പാടില്ല, ദർ ഈസ് നോ ഹെറ്ററോസ്കഡാസിറ്റി എന്ന് പറഞ്ഞാൽ ഹോമോസ്കഡാസിറ്റിക് ആയിരിക്കണം, ദർ ഈസ് നോ ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം പറയുന്ന മൾട്ടിക്കോളാരിറ്റി, ഹെറ്ററോസ്കഡാസിറ്റി, ഹോമോസ്കഡാസിറ്റി, അതുപോലത്തെ ഓട്ടോ കോറിലേഷൻ നമ്മൾ മറ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. മൾട്ടിക്കോളാരിറ്റി എന്ന് പറയുന്നത് ഈസ് എ കണ്ടീഷൻ ഇൻ റിഗ്രഷൻ അനാലിസിസ് വേർ ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആർ ഹൈലി കോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. മൾട്ടിപ്പിൾ റിഗ്രഷനിൽ രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിൽ ഹൈലി കോറിലേറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിക്കോളാരിറ്റി എന്ന് നമ്മൾ പറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വയർലെസ് എസ്റ്റിമേഷന് നമുക്ക് വളരെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഹെറ്ററോസ്കഡാസിറ്റി എന്ന് പറയുന്നത് എറർ ടേം there is no constant across. Variance of the error term is not constant across all level of independent variable എല്ലാ ലെവലിലും എറർ ടേമിന്റെ വേരിയൻസ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് അല്ലാത്ത അവസ്ഥയാണ് എന്ന് പറയാം ഹെറ്ററോസ്കഡാസിറ്റി എന്ന് പറയാം. ഹോമോസ്കഡാസിറ്റി എന്ന് പറയുന്നത് എറർ ടേം ആസ് എ കോൺസ്റ്റന്റ് വേരിയൻസ് അക്രോസ് ഓൾ ഒബ്സർവേഷൻ. എറർ ടേം ആസ് എ കോൺസ്റ്റന്റ് വേരിയൻസ് അക്രോസ് ഓൾ ഒബ്സർവേഷൻ, എല്ലാ ഒബ്സർവേഷന്റെ കേസിലും. ഓക്കെ, അതിന് ഹോമോസ്കഡാസിറ്റി എന്ന് പറയും. ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് when error term in regression model are correlated with each other. എറർ ടേമുകൾ റെസിജ്വൽ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഓട്ടോ കോറിലേഷൻ എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ഈ 4 സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഡർബിൻ-വാട്സൺ ഡി ടെസ്റ്റ്. ഡർബിൻ-വാട്സൺ ഡി ടെസ്റ്റ് ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഇൻ ദ റെസിജ്വൽ ഓഫ് റിഗ്രഷൻ മോഡൽ. നമ്മൾ റിഗ്രഷൻ മോഡലിൽ ഓട്ടോ കോറിലേഷൻ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ടെസ്റ്റ് ആണ് ഡർബിൻ-വാട്സൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ നിയർ ടു 2 ആണെങ്കിൽ നോ ഓട്ടോ കോറിലേഷൻ, വാല്യൂസ് ലെസ് ദാൻ 2 ആണെങ്കിൽ സജസ്റ്റ് പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ. ഓക്കെ, 2 ആണെങ്കിൽ ദർ ഇസ് നോ ഓട്ടോ കോറിലേഷൻ, 2ൽ അടിയിലാണെങ്കിൽ പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ. ഓക്കെ, BG ടെസ്റ്റ്, ബ്രൂസ് ഗോഡ്ഫ്രൈ ടെസ്റ്റ്. ഇറ്റ് ഈസ് എ മോർ ജനറൽ ടെസ്റ്റ് ഫോർ ഓട്ടോ കോറിലേഷൻ ദാറ്റ് അലൗസ് ഫോർ ഹയർ ഓർഡർ കോറിലേഷൻ. ഇത് ഓട്ടോ കോറിലേഷന്റെ ജനറൽ ടെസ്റ്റ് ആണ്. It is used when Durbin-Watson test is not appropriated. ചില കേസിൽ ഡർബിൻ-വാട്സൺ ടെസ്റ്റ് മെഷർ ചെയ്യാൻ കഴിയില്ല, ആ കേസിലാണ് നമ്മൾ BG ടെസ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. ബ്രൂസ് പാഗൻ ഗോഡ്ഫ്രൈ ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ഹെറ്ററോസ്കഡാസിറ്റി. ഹെറ്ററോസ്കഡാസിറ്റി മെഷർ ചെയ്യുന്ന റിഗ്രഷൻ മോഡലിൽ ഹെറ്ററോസ്കഡാസിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യുന്ന ടെസ്റ്റിനെ ബ്രൂസ് പാഗൻ ഗോഡ്ഫ്രൈ ടെസ്റ്റ് എന്ന് പറയാം. ഇറ്റ് ടെസ്റ്റ് വെദർ ദ വേരിയൻസ് ഓഫ് errors depend on independent variable with a significant result indicating heteroscedasity. ഇനി പാർക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഹെറ്ററോസ്കഡാസിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. പാർക്ക് ടെസ്റ്റ് ബൈ റിഗ്രസിംഗ് ദ സ്ക്വയർഡ് റെസിജ്വൽ ഓൺ ദ ലോഗരിതം ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ലോഗരിതത്തിന്റെ സ്ക്വയർഡ് റെസിജ്വൽ എടുത്തിട്ട് റിഗ്രസ് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാറുള്ളത്. എ സിഗ്നിഫിക്കന്റ് റിലേഷൻ ഇൻഡിക്കേറ്റ് നോൺ കോൺസ്റ്റന്റ് വേരിയൻസ്. ഇനി സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് നോൺ കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ക്ലസ്റ്റർ ടെസ്റ്റ് ഡിറ്റക്ട് ഹെറ്ററോസ്കഡാസിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ് ക്ലസ്റ്റർ ടെസ്റ്റ് ബൈ റിഗ്രസിംഗ് ദ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് റെസിജ്വൽ ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ റെസിജ്വലിന് അബ്സല്യൂട്ട് വാല്യൂ റിഗ്രസ് ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യാറുള്ളത്. ഇഫ് ദ കോഫിഷ്യന്റ് ആർ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ഹെറ്ററോസ്കഡാസിറ്റി ഈസ് പ്രസന്റ്. അതിന്റെ കോഫിഷ്യന്റ് വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ അവിടെ ഹെറ്ററോസ്കഡാസിറ്റി ഉണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതോടുകൂടി 5 മൊഡ്യൂളും അവസാനിച്ചു. ഓക്കെ, താങ്ക് യു.